കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യക്കാർക്ക് നേരെയുള്ള അധിക്ഷേപങ്ങൾ അല്ലെങ്കിൽ ആക്രമണങ്ങൾ ഇന്ത്യക്കാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പലതരത്തിലുമുള്ള സംഭവങ്ങൾ നിരന്തരമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതിന് ഇന്ത്യക്കാരായിട്ട് തന്നെ ഈ രാജ്യങ്ങളിൽ വളരെ മുമ്പേ പോയി സെറ്റിൽഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യക്കാർക്ക് മാനേഴ്സ് ഇല്ല, ഇന്ത്യക്കാർക്ക് എങ്ങനെ പെരുമാറണമെന്ന് അറിഞ്ഞുകൂടാ, ഇന്ത്യക്കാർ റോഡിൽ നിന്ന് സെൽഫി എടുക്കുന്നു അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് ഇങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട്. വീക്കെൻഡുകളിൽ അടിച്ചു പൂസായി ഓടയിൽ കിടക്കുന്ന സായിപ്പന്മാരുള്ള രാജ്യത്ത് നിന്നുകൊണ്ടാണ് ഇന്ത്യക്കാർ റോഡിൽ ഇറങ്ങി നിന്ന് സെൽഫി എടുക്കുന്നതും റീൽ എടുക്കുന്നതും, അല്ലെങ്കിൽ ഇന്ത്യക്കാർ ബോട്ടിൽ പോകുമ്പോൾ ഒച്ച വയ്ക്കുന്നതും, അല്ലെങ്കിൽ ഇന്ത്യക്കാർ ഒരു പൊതു ഇടത്തിൽ നിന്ന് ഉറക്കെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ കളി തമാശകൾ പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ്റെ ഡ്രസ്സിങ്, അല്ലെങ്കിൽ കയ്യിൽ ചരട് കിട്ടുന്നത്, നെറ്റിയിൽ കുറിയിടുന്നത്, തലയിൽ തട്ടമിടുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ മതപരമായ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഇന്ത്യക്കാർക്ക് എതിരായിട്ടുള്ള ഈ വെസ്റ്റേൺ രാജ്യങ്ങളിലുള്ള ജനകീയമായ ഒരു വിരോധത്തിന് കാരണം എന്ന് ഒരുപാട് പേര് ഇന്ത്യൻസ് തന്നെ പറയുന്നത് ഞാൻ ഒത്തിരി വീഡിയോകൾ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അവർക്ക് അങ്ങനെ തോന്നിയിരിക്കാം, ചിലപ്പോൾ അവർ പറയുന്നതിൽ വസ്തുതയും ഉണ്ടാകാം, ചില സംഭവങ്ങളെങ്കിലും ഇന്ത്യക്കാരുടെ കയ്യിരിപ്പ് കൊണ്ടാകാം ഉണ്ടാവുന്നത്. പക്ഷെ ഏതൊരു വിഷയത്തിൻ്റെയും റൂട്ടിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് എന്താണ് യഥാർത്ഥ കാരണമെന്ന് അന്വേഷിച്ച് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും യഥാർത്ഥത്തിൽ ഇതൊന്നും അല്ല കാരണം. ഇന്നലെ ഇതിനിടയിൽ പറയാണ്, ഇന്നലെ കൗതുകമുള്ളൊരു കമന്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു അമേരിക്കൻ പൗരന്റെ കമന്റാണ്. ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഒരു അമേരിക്കൻ മാധ്യമത്തിൽ ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത്, ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്കൽ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വാർത്തയിൽ ഒരു വീഡിയോ ആണ് യൂട്യൂബിനകത്ത്. അതിൽ വന്നപ്പോൾ അതിന് താഴെ എഴുതിയിരുന്ന ഒരു കമന്റാണ്, ഇന്ത്യക്ക് യുക്രൈൻ്റെ ഗതി വരും. അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഗതിയില്ലാതെ ഇന്ത്യ നാറ്റോയിൽ അംഗമാകാനായിട്ട് തയ്യാറാകും, ഇന്ത്യ അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു ദിവസം വരും. അതിന്റെ കാരണം ഇന്ത്യ ഇപ്പോൾ അമേരിക്ക എത്ര ശ്രമിച്ചിട്ടും അമേരിക്കയുടെ വലയിൽ പോയി കുടുങ്ങുന്നില്ല, അല്ലെങ്കിൽ അമേരിക്കയ്ക്കൊപ്പം നിന്നുകൊണ്ട് റഷ്യക്കെതിരെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും നാളെ ചൈനയുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു പണി കിട്ടുമ്പോഴേ ഇന്ത്യക്ക് മനസ്സിലാവുള്ളൂ, അപ്പോൾ യുക്രൈൻ കരഞ്ഞുകൊണ്ട് വന്നതുപോലെ നാറ്റോയിൽ ചേരാനായിട്ട് വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്നാമത് ഇന്ത്യക്ക് നാറ്റോയിൽ ചേരാൻ പറ്റില്ല. നാറ്റോ എന്ന് പറയുന്നത് ഇന്ത്യക്ക് അംഗമാകാൻ പറ്റുന്ന ഒരു ഓർഗനൈസേഷനേ അല്ല. അത് അദ്ദേഹത്തിന് അറിയാത്തതുകൊണ്ടാണ്. അതെന്തോ ആകട്ടെ, പക്ഷെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് യുക്രൈന്റെ ഗതി ഇന്ത്യക്ക് വരും എന്നുള്ളതാണ്. ഇന്നിപ്പോൾ റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം നടക്കുന്നത് പോലെ ചിലപ്പോൾ നാളെ ഇന്ത്യയും ചൈനയും തമ്മിൽ നടക്കുമെന്നായിരിക്കാം അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. ഒന്നാമത് ഈ വിദേശികളായിട്ടുള്ള ഒരു വലിയ വിഭാഗത്തിന് ജിയോ പൊളിറ്റിക്സിനെ കുറിച്ചോ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ രാജ്യങ്ങളുടെ വളർച്ചയെക്കുറിച്ചോ യാതൊരു ബോധവുമില്ലാത്ത ആൾക്കാരാണ് ഇവർ. ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ആകെ അറിയാവുന്നത് ഒരു ഉത്തര കൊറിയ അറിയാം. കിം ജോങ് ഉന്നാണ് അവരെ ഏറ്റവും പേടിക്കുന്നവരെ, അവരെ ഏറ്റവും ഭയപ്പെടുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെയാണ് ഇവരുടെ കാര്യങ്ങൾ. അത് വളരെ തമാശയാണ്. ഇവരുടെ വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ യാതൊരു വിവരവും ഇല്ല, ലോക വിവരവും ഇല്ലാത്തവരാണ് കൂടുതൽ സായിപ്പന്മാരും എന്ന് തോന്നിപ്പോവും. യൂട്യൂബിനകത്ത് പോയി നോക്കിയാൽ മതി, ഇവരുടെ പല ഒപ്പീനിയൻ ചോദിക്കുന്ന വീഡിയോസ് ഒക്കെ ഉണ്ടാവും. അതായത് ഇത്തിരി കൊള്ളാവുന്ന വിവരം ബോധമുള്ള യൂട്യൂബേഴ്സ് എന്ത് ചെയ്യുന്നു വെച്ചാൽ പബ്ലിക്കിൽ ഇറങ്ങി നടന്നിട്ട് മയക്കും പിടിച്ചിട്ട് അവർ ചോദിക്കും, ഇപ്പോൾ ഈ രാജ്യം ഏത് രാജ്യമാണ് ഏറ്റവും വലിയ രാജ്യം, അല്ലെങ്കിൽ എത്ര ഭൂഖണ്ഡങ്ങളുണ്ട്, അല്ലെങ്കിൽ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്, ഇങ്ങനെയൊക്കെ ഉള്ള വളരെ ജനറൽ നോളജ് പരമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ സായിപ്പന്മാർ പറയുന്നത് 90% പൊട്ട തെറ്റാണ്. കാരണം അതിനകത്ത് അത്യാവശ്യം ലോക വിവരമുള്ള ആൾക്കാർ വളരെ കുറവുമാണ്. ഇതാണ് ഇതിനകത്തുള്ളൊരു പ്രശ്നം. ഇവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇന്ത്യ എന്തോ ദുർബലമായ ഒരു രാജ്യമാണെന്നാണ്. യുക്രൈനെ പോലെയാണോ ഇന്ത്യ? ഇന്ത്യക്ക് സ്വയം ഒരു ആണവായുധ ശക്തിയാണ്. യുഎസും ചൈനയും റഷ്യയും ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് ആയുധങ്ങൾ വികസിപ്പിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ലോകത്തെ 4ാമത്തെ ഒരു സൈനിക ശക്തി എന്ന് ഇന്ത്യ അല്ല പറയുന്നത്. ലോകത്തുള്ള മറ്റ് ഓർഗനൈസേഷൻസും ഏജൻസീസും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സുമാണ് പറയുന്നത് ഇന്ത്യ വേൾഡിലെ 4th ലാർജസ്റ്റ് ആൻഡ് സ്ട്രോങ്ങസ്റ്റ് മിലിറ്ററി ആണെന്നുള്ളത്. അപ്പോൾ ഇതൊന്നും സായിപ്പിന് അറിയില്ല, മെജോറിറ്റി സായിപ്പന്മാർക്കൊന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് അവർ അങ്ങനെയൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നത്, ഇന്ത്യ നാളെ കരഞ്ഞുകൊണ്ട് അമേരിക്കയുടെ അടുത്ത് വരും എന്നൊക്കെ. ഇതാണ് അവരുടെ ഒരു യാഥാർത്ഥ്യം. ഇവരുടെ മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ഇന്ത്യ ബ്രിട്ടന്റെ കോളനി കാലത്തെ ഒരു ദരിദ്ര രാജ്യമാണ് എന്നുള്ളതാണ് ഇന്ത്യയെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട്. ഇപ്പോൾ ഇവർ ഇന്ത്യയിലേക്ക് വന്നാൽ ഇന്ത്യയിലെ തെരുവുകളും നഗരങ്ങളും പട്ടണങ്ങളും അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള മാർക്കറ്റുകളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു വെസ്റ്റേൺ സ്റ്റാൻഡേർഡ് ഇവിടെ ഇല്ല. ഇത് നമുക്കൊക്കെ അറിയാം. ഒരു വെസ്റ്റേൺ സ്റ്റാൻഡേർഡ് നമ്മുടെ രാജ്യത്ത് നമുക്ക് അങ്ങനെ എല്ലായിടത്തും കാണാൻ പറ്റില്ല. നമ്മുടെ മാർക്കറ്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ വൃത്തിഹീനമായിട്ട് കിടക്കുന്നവയാണ് കൂടുതലും. നമ്മുടെ നഗരങ്ങളും പട്ടണങ്ങളും ഒക്കെ വൃത്തിയുടെ കാര്യത്തിൽ വളരെ പുറകിലാണ്. ഈ സത്യം നമ്മൾ അംഗീകരിക്കാറുണ്ട് കാര്യമൊന്നുമില്ല. മാത്രമല്ല, ഇപ്പൊ ചൈനയുമായി താരതമ്യപ്പെടുത്തിയാലും ചൈനയിലെ അടിസ്ഥാന സൗകര്യവും നഗരങ്ങളും ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ നോക്കുമ്പോൾ ഇന്ത്യ ഒന്നും അല്ലെന്ന് നമുക്ക് തോന്നിപ്പോകും അല്ലെ. മോദി സർക്കാർ ഈ ക്യാഷ് ഇടപാടുകൾ ബാങ്ക് അക്കൗണ്ട് വഴി നിർബന്ധമാക്കുന്നതിന് മുമ്പ് ഇന്ത്യയിൽ മുഷിഞ്ഞ വസ്ത്രമിട്ട ഒരാള് കയ്യിൽ ഒരു ചാക്കും പിടിച്ചുകൊണ്ട് ഒരു കാർ ഷോറൂമിനകത്തോട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ അയാൾ ആ ചാക്കിനകത്ത് വാഴക്കൊല വെട്ടി വെച്ചുകൊണ്ടായിരിക്കില്ല പോകുന്നത്, നിറയെ പൈസയായിരിക്കും, ലക്ഷങ്ങൾ ഉണ്ടാവും. ഒരു വണ്ടി വാങ്ങാൻ ഒരു ചാക്കിനകത്ത്, ഒരു മുഷിഞ്ഞ ചാക്കിനകത്ത് പൈസയും കെട്ടി കയറും കെട്ടി വെച്ച് കൊണ്ടുപോയിട്ട് വാങ്ങുന്ന ധനികരുള്ള ഒരു രാജ്യമാണ്. കണ്ടാൽ ലുക്കില്ലെന്നേ ഉള്ളൂ, ആവശ്യം പോലെ പൈസയുള്ള ധാരാളം ധനികര്
നമ്മുടെ ചുറ്റിനുമുണ്ട്. കാണാനൊരു ലുക്കൊന്നുമില്ല ഈ സായിപ്പന്മാരെ പോലെ. നല്ല വെൽ ഡ്രസ്ഡ് ഒന്നും ആയിരിക്കത്തില്ല, ഭയങ്കര ലുക്കൊന്നും ആയിരിക്കത്തില്ല. സാധാരണ കീറി പറഞ്ഞ് ഉടുപ്പിട്ട് നടക്കുന്ന കോടീശ്വരന്മാരും നമ്മുടെ ചുറ്റിനുമുണ്ട്. വളരെ ലളിത ജീവിതം എന്ന് നമുക്ക് തോന്നുമെങ്കിലും കയ്യിൽ പൂത്ത പൈസയാണ് അമ്മമാരുടെ കയ്യിലുള്ളത്. നല്ല പൈസയുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ ഇന്ത്യ കണ്ടു കഴിഞ്ഞാൽ, ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു വെസ്റ്റേൺ ലുക്കുള്ള, വെസ്റ്റേൺ സ്റ്റാൻഡേർഡ് ഉള്ള, അങ്ങനെ നല്ല വെളുത്ത് തുടുത്തിരിക്കുന്ന ആൾക്കാരൊന്നുമല്ല. നമ്മൾ ബ്രൗൺ സ്കിന്നുള്ള ആൾക്കാരാണ് മെജോറിറ്റി ഇന്ത്യൻസും. പിന്നെ ചില റീജിയൻസിൽ അതനുസരിച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുമായിരിക്കും. മെജോറിറ്റി ഇന്ത്യൻസ് ഒരു ബ്രൗൺ സ്കിന്നുള്ള ആൾക്കാരാണ്. സായിപ്പന്മാരെ പോലെ വെളുത്തിട്ടിരിക്കുന്നില്ല. അവരുടെ കാഴ്ചപ്പാടിൽ അവർ ലോകത്തിലെ മുൻനിര നിറമുള്ള ആൾക്കാരും രണ്ടാം നിരക്കാരെന്ന് പറയുന്നത് ചൈനക്കാരെ പോലുള്ള, അല്ലെങ്കിൽ ഫിലിപ്പൈൻസിനെ പോലെയുള്ള, ജപ്പാൻകാരെ പോലുള്ള ആൾക്കാരും. അത് കഴിഞ്ഞ് നമ്മളൊക്കെ ഈ ആഫ്രിക്കൻസിന് തൊട്ട് മുമ്പ് വരുന്ന ആൾക്കാരായിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ നിറമെന്ന് പറയുന്നത് സായിപ്പിന്റെ മനസ്സിലൊരു പ്രശ്നമാണ് എല്ലാ കാലവും. അപ്പൊ അവരുടെ നിറമാണ് എന്തോ മഹത്തരമായത് എന്ന് അവർ കരുതുന്നവരുമാണ്. അപ്പൊ ഇന്ത്യൻസിനോട് പൊതുവെ വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ നിറമാണ്. ഒന്നാമത്തെ പ്രശ്നം, ഇന്ത്യക്കാരെ പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഈവൻ ചൈനക്കാരും ഇവർക്ക് ഓക്കെയാണ്, കാരണം അവരെ പോലെ അത്ര അല്ലെങ്കിലും അവരുടെ അടുത്ത് കളറുള്ള ഒരാൾക്കാരാണ്. പിന്നെ ചൈനീസ് വളരെയധികം വെസ്റ്റേൺ കൾച്ചറിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പൊ ചൈനയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവരുടെ ഡ്രസ്സിങ് ആയിക്കോട്ടെ, ട്രഡീഷണൽ ഡ്രസ്സ് ധരിക്കുന്ന ചൈനക്കാരുണ്ടെങ്കിലും അത് വല്ല എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസോ കാര്യങ്ങളോ ഒക്കെ നടക്കുമ്പോഴൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൂറിസം പരമായിട്ടുള്ള പരിപാടിയുടെ ഭാഗമായിട്ട്. നോർമലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചൈന വളരെയധികം വെസ്റ്റേൺ രാജ്യങ്ങളോട് ആകൃഷ്ടരായിട്ടുള്ള ഒരു ജനതയുള്ള രാജ്യമാണ്. ഈവൻ അവരുടെ നമുക്കറിയാം, അവരുടെ പ്രസിഡന്റ് പോലും, അവരുടെ പ്രധാനപ്പെട്ട എല്ലാവരും വെസ്റ്റേൺ കൾച്ചറിലുള്ള ഡ്രസ്സൊക്കെ ധരിക്കുന്ന ആൾക്കാരാണ്. ഇന്ത്യ അങ്ങനെയല്ല. ഇപ്പോഴും നരേന്ദ്രമോദി ഇന്ത്യൻ ട്രഡീഷൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഇന്ത്യയുടെ പൊളിറ്റിക്കൽ പാർട്ടീസ് നമുക്കറിയാലോ, കേരളത്തിലാണെങ്കിലും മുഖ്യമന്ത്രി ഒരു മുണ്ടും ഷർട്ടുമാണ്. അദ്ദേഹം അമേരിക്കയിൽ പോകുമ്പോൾ ചിലപ്പോൾ ഒന്ന് മോഡേൺ ആവാൻ ശ്രമിക്കുമെങ്കിലും പൊതുവേ ഇന്ത്യൻ പൊളിറ്റീഷ്യൻസ് ഒക്കെ ഒരു ഇന്ത്യൻ ട്രഡീഷൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്, ഡ്രസ്സിങ്ങിലും ഉൾപ്പെടെ. പക്ഷേ ഈ വെസ്റ്റേൺ രാജ്യക്കാരുടെ കണ്ണിൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് അവരെ പോലെ വസ്ത്രം ധരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതാണ് അവരാദ്യം നോക്കുമ്പോൾ ഇന്ത്യൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ബീച്ചിൽ പോയാലും ചിലപ്പോൾ സാരി ഉടുത്തുകൊണ്ട് നിൽക്കുന്ന, ചുരിദാർ ഇട്ടുകൊണ്ട് നിൽക്കുന്ന സ്ത്രീകളായിരിക്കും. ചിലപ്പോൾ ഒരു സാധാരണ പാന്റും ഷർട്ടും ഇട്ട് നിൽക്കുന്ന, ചിലപ്പോൾ മുണ്ടെടുത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ അമേരിക്കയിലും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ വെസ്റ്റേൺസിന് നോക്കുമ്പോൾ ഒന്ന് നിറം അവരുടെ അത്ര നിറമില്ല, രണ്ടാമത് ഈ ഡ്രസ്സിംഗ് ഒക്കെ അവർക്ക് എന്തോ പ്രശ്നമായിട്ട് തോന്നുകയാണ്. അതായത് അവരുടെ കൾച്ചറിലേക്ക് ഇന്ത്യൻസ് കൂടുതലായിട്ട് വരുമ്പോൾ അവർ കാണാൻ ആഗ്രഹിക്കുന്ന അവരുടെ ആൾക്കാരെ മാത്രമാണ്. അപ്പൊ അവിടേക്ക് ഇന്ത്യൻസിനെ പെട്ടെന്ന് കാണാൻ പറ്റും. പ്രത്യേകിച്ച് സാരിയൊക്കെ കൊടുത്ത് പോകുന്ന ആൾക്കാർ, ചുരിദാറിട്ട് പോകുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് അവർക്ക് കാണാൻ പറ്റും. അപ്പൊ ഇന്ത്യൻസിനോടുള്ള അവരുടെ ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ട്രഡീഷൻ, നമ്മുടെ കൾച്ചർ, നമ്മുടെ ഡ്രസ്സിങ്, നമ്മുടെ നിറം, ഇതൊക്കെയാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ വിദേശത്തേക്ക് പോകുന്ന മെജോറിറ്റി ഇന്ത്യക്കാരും അത്യാവശ്യം ബുദ്ധിയും ബോധമുള്ള ആൾക്കാരായിരിക്കും. അത്യാവശ്യം നല്ല ജോലികളാണ് അവർക്ക് കിട്ടുന്നത്, നല്ല സാലറി വാങ്ങുന്നവരാണ്. അപ്പോൾ പല കമ്പനികളുടെയും ഏറ്റവും ടോപ്പ് പൊസിഷൻസിൽ ഇരിക്കുന്നത് ഇന്ത്യൻസ് ആയിരിക്കും. ഇന്ത്യൻസിന്റെ താഴെയാണ് സായിപ്പ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാലോ, പ്രോട്ടോകോൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് ഹയർ പൊസിഷൻസിൽ ഇരിക്കുന്ന ആൾക്കാരെ റെസ്പെക്ട് ചെയ്തേ പറ്റൂ. സായിപ്പിന് അതിനൊരു മടിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാലത്ത് ഈ സായിപ്പന്മാരുടെ കോളനി ആയിരുന്ന രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയിൽ നിന്ന് വന്നിട്ട് ഇന്നിതാ ഇവര് നമ്മളെ കയറി ഭരിക്കുന്നു, ഇവൻ ആരടാ എന്നതാണ് അവരുടെ ചിന്ത. അപ്പോൾ ഇദ്ദേഹം അവിടേക്ക് എത്തിയത് അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ടാണെന്നും ഈ സായിപ്പിനേക്കാളും ബുദ്ധിയും ബോധവും ഉള്ളത് കൊണ്ടാണ് അയാളുടെയും മുകളിലേക്ക് ആ മനുഷ്യൻ എത്തിയത് എന്നും അയാൾ ചിന്തിക്കുന്നില്ല. അവിടെ അയാളുടെ ആ കോളനി മൈൻഡ് സെറ്റ് ആണ്. പണ്ടത്തെ എൻ്റെ അപ്പൂപ്പന്റെ കോളനിയിലായിരുന്ന ആൾക്കാർ ഇതാ ഇവിടെ വന്നിട്ട് ഇപ്പൊ അവന്മാരെ നമ്മളെ ഭരിക്കുന്നു, നമ്മുടെ രാജ്യത്ത് വന്നിട്ട് നമ്മളെ ഭരിക്കുന്നു, ഈ ഒരു ചിന്ത. ഇത് വേണമെങ്കിൽ ഒരു തീവ്ര വലതുപക്ഷ ആശയത്തിന്റെ ഒരു എക്സ്ട്രീം ലെവലായിട്ട് വേണമെങ്കിൽ കാണാം. അപ്പൊ ഇതാണ് ഇന്ത്യൻസിനോട് വേറൊരു വിരോധം തോന്നാൻ കാരണം. ഇവർ വിചാരിക്കുന്നത് ഇവരുടെ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ തട്ടിയെടുക്കുകയാണ്, അവരുടെ അവസരങ്ങൾ തട്ടിയെടുത്തിട്ട് ഇന്ത്യക്കാരെല്ലാം അത് പിടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ അവർ മനസ്സിലാക്കാത്ത കാര്യം, അവരെക്കാളും ബുദ്ധിയുള്ള ആൾക്കാർ ഉള്ളതുകൊണ്ടാണ് അവർക്ക് മുകളിൽ എത്തുന്നത് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അവർ കാണുന്നത് ഇന്ത്യൻസ് അവരുടെ ഓപ്പർച്യൂണിറ്റീസ് തട്ടിയെടുക്കുന്ന ആൾക്കാരായിട്ടാണ്. മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് മതപരമായ ഒരു വിഷയം കൂടിയുണ്ട്. ഇപ്പോ ഈ വിദേശ രാജ്യങ്ങളിൽ തന്നെ ഇപ്പോൾ നരേന്ദ്രമോദി വന്നതിന് ശേഷം പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇന്ത്യൻ കൾച്ചർ, ഹിന്ദുയിസം ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വിദേശികളൊക്കെ ഹിന്ദുയിസത്തിലേക്ക് ആകൃഷ്ടരാകുന്നുണ്ട്. അപ്പൊ ഇത് അമേരിക്ക പോലെയും യൂറോപ്പ് പോലെയും ഒക്കെ ഉള്ള രാജ്യങ്ങളിൽ പൊതുവെ അത് അവരുടെ ഭാഗത്ത് ന്യായമുണ്ട്. തീർച്ചയായിട്ടും അവർക്കത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ കൾച്ചർ ഹിന്ദുയിസത്തിലേക്ക് അട്രാക്ട് ആവുന്നു, അവരുടെ ആൾക്കാർ മതം മാറുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു ആശങ്ക അവർക്ക് ഉണ്ടാവുന്നത് ഒരുപക്ഷെ അത് വേണമെങ്കിൽ ന്യായം എന്ന് പറയാം. അത് അവർക്ക് അവരുടെ ഒരു കൾച്ചർ നിലനിർത്താൻ വേണ്ടിയിട്ട്, അത് മറ്റുള്ളവർ അതിലേക്ക് ഇഴുകി ചേർന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു അവരുടെ ആശങ്ക കൊണ്ടുണ്ടാവുന്നതായിരിക്കാം. പക്ഷെ അതിന് ഈ തരത്തിൽ ഇന്ത്യക്കാരെ ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ഇവരൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യക്കും ഉണ്ടായിരുന്നു തനതായ ഒരു സംസ്കാരം, അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു തനതായ ഒരു സംസ്കാരം, ഓസ്ട്രേലിയയ്ക്ക് ഉണ്ടായിരുന്നു തനതായ ഒരു സംസ്കാരം, കാനഡയ്ക്കും ന്യൂസിലാൻഡിനും ഉണ്ടായിരുന്നു തനതായ ഒരു സംസ്കാരം.
എങ്ങനെയാണ് അതെല്ലാം മാറിയത്? 14-ാം നൂറ്റാണ്ടിന് ശേഷം യൂറോപ്യൻസ് ലോകം മുഴുവൻ പരന്ന് നടക്കാൻ തുടങ്ങിയതിനു ശേഷം, വൈക്കിങ്ങുകളുടെ കാലം തൊട്ടേ അതുണ്ട്, പക്ഷെ 14-ാം നൂറ്റാണ്ടിന് ശേഷമാണ് അത് കൂടിയത്. 1492 ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്കയിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ എല്ലാവരും പറയുന്നത് ക്രിസ്റ്റഫർ കൊളംബസ് ആണ് അമേരിക്ക കണ്ടുപിടിച്ചതെന്നാണ്. അത് തെറ്റാണ്, ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ക്രിസ്റ്റഫർ കൊളംബസ് ആദ്യമായിട്ട് അമേരിക്ക കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ അമേരിക്ക അതിന് മുമ്പ് അവിടെ ഇല്ലായിരുന്നോ? യൂറോപ്യൻസ് ഇതിന് പേരിടുന്നതിന് മുമ്പ്, ആ പ്രദേശത്തിന് പേര് കൊടുക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒരു ലാൻഡ് അവിടെ ഉണ്ടായിരുന്നു, അതിലൊരു സിവിലൈസേഷൻ ഉണ്ടായിരുന്നു, അവരവിടെ ജീവിക്കുന്നുണ്ടായിരുന്നു. അപ്പോ യൂറോപ്യൻസ് ആദ്യമായിട്ട് അങ്ങനെ ഒരു ഭൂഖണ്ഡം കണ്ടുപിടിക്കുന്നത് ചിലപ്പോൾ ക്രിസ്റ്റഫർ കൊളംബസ് ആയിരിക്കാം 1492. അപ്പൊ അതിനുശേഷം പിന്നെ അവിടെ ഉണ്ടായത് എന്താണ്? വംശീയ ഉന്മൂലനമാണ്. നൂറ്റാണ്ടുകൾ കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന പ്രാദേശിക മനുഷ്യരെ, അത് ബ്രൗൺ സ്കിൻ ഉള്ളവരായിരിക്കാം, ബ്ലാക്ക് സ്കിൻ ഉള്ളവരായിരിക്കാം, അവിടെ ഉണ്ടായിരുന്ന പ്രാദേശിക മനുഷ്യരെ ഉന്മൂലനം ചെയ്ത് കെട്ടിപ്പൊക്കിയതാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, വെള്ളക്കാരുടെ അമേരിക്ക. ഇത് തന്നെയാണ് ഓസ്ട്രേലിയയിൽ സംഭവിച്ചത്, ഇതാണ് ന്യൂസിലാൻഡിൽ സംഭവിച്ചത്. ഈ അടുത്തിടെ അവിടെ നമ്മൾ കണ്ടതാണ്, പാർലമെന്റിലടക്കം അവിടെയുള്ള പ്രാദേശിക ജനവിഭാഗത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള ഒരു പെൺകുട്ടി രൂക്ഷമായ രീതിയിൽ അവരുടെ പരമ്പരാഗതമായ മുദ്രാവാക്യങ്ങളും ആ ഒരു സോങ് ഒക്കെ പാടിക്കൊണ്ട് പ്രതിഷേധിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അവരുടേതായിരുന്നു ന്യൂസിലാൻഡ്, വെള്ളക്കാർ അവിടേക്ക് കുടിയേറി എത്തിയവരാണ്. ഈ കുടിയേറ്റങ്ങളൊക്കെ ഉണ്ടായത് ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. നമ്മൾ ഈ പറയുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമൊന്നുമല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാര്യമാണ്. ന്യൂസിലാൻഡിലും കാനഡയിലും ഓസ്ട്രേലിയയിലും അമേരിക്കയിലും സംഭവിച്ചത് ഒരേ കാര്യമാണ്. യൂറോപ്യൻസ് കുടിയേറി അവിടെ ഉണ്ടായിരുന്ന പ്രാദേശിക ജനവിഭാഗങ്ങളെ ഉന്മൂലനം ചെയ്തിട്ട് ആധിപത്യം ഉറപ്പിച്ചു. ആ യൂറോപ്യൻസിന്റെ തലമുറയിൽപ്പെട്ടവർക്ക് ഒരിക്കലും ഇന്ത്യൻസിനോട് അവിടെ നിന്ന് പോകാൻ പറയാൻ അവകാശമില്ല. ഒരു കാലത്ത് ഇവരും ഇതുപോലെ കുടിയേറി അവിടെ പോയവരാണ്. ഇന്നിപ്പോ ഇന്ത്യക്കാർ അങ്ങോട്ട് നിയമാനുസൃതമാണ് കുടിയേറുന്നത്, ആരെയും കൊന്നിട്ടൊന്നും അല്ലല്ലോ. അപ്പോൾ ഇന്ത്യയിലേക്ക് ഇവരല്ലെങ്കിൽ എങ്ങനെയാണ് വന്നത്? ബ്രിട്ടീഷുകാർ എങ്ങനെ ഇന്ത്യയിലേക്ക് വന്നു? യൂറോപ്യൻസ് എങ്ങനെ ഇന്ത്യയിലേക്ക് വന്നു? ഇന്ത്യൻ കൾച്ചറിനെ എത്രത്തോളം നശിപ്പിച്ചതിൽ ഒരു വലിയ പങ്ക് ബ്രിട്ടീഷുകാർക്കില്ലേ? അപ്പോഴൊന്നും തോന്നാത്ത ആശങ്ക കുറച്ച് ഇന്ത്യക്കാർ അമേരിക്കയിൽ കൂടുതലായിട്ട് വന്നപ്പോൾ, അല്ലെങ്കിൽ യൂറോപ്പിൽ കൂടുതലായിട്ട് വന്നപ്പോൾ ഇവർക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അത് ഈ പറയുന്ന നിറത്തിന്റെ പേരിലുള്ള വിവേചനമാണ്. പഴയ കോളനി ആയിരുന്ന രാജ്യത്തിലെ ജനങ്ങൾ ഇന്ന് അവരുടെ രാജ്യത്ത് തിരിച്ച് അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ വന്നിട്ട് വലിയ പദവികളിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവുന്ന അസ്വസ്ഥത, ഇതൊക്കെയാണ് ഇവരുടെ പ്രധാന പ്രശ്നം. പിന്നെ ഇന്ത്യക്കാർ കാരണം തൊഴിലില്ലായ്മ ഉണ്ടാവുന്നു, അവരുടെ കൾച്ചർ ഇല്ലാതാകുന്നു, ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളാണ്. പിന്നെ ശരിയാണ്, ചില ഇന്ത്യക്കാരുടെ ഭാഗത്ത് നിന്ന് ചില പ്രശ്നങ്ങളും അവിടെ ഉണ്ടാവുന്നുണ്ട്, നമ്മൾ അതില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അത് എന്തുകൊണ്ടാണ് അതിന് ഇത്രയും പ്രാധാന്യം കൈവരുന്നതെന്ന് ചോദിച്ചാൽ ഓൾറെഡി ഇവർക്ക് ഇന്ത്യക്കാരെ ഇഷ്ടമല്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇഷ്ടമല്ലാത്ത ഇന്ത്യക്കാരുടെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും അതിനെ അവർ വലുതാക്കും, അതാണ് സംഭവിക്കുക. അപ്പൊ ഇന്ത്യൻസിനെ അവർക്ക് പൊതുവെ ഇഷ്ടമല്ല. അപ്പൊ ഇന്ത്യക്കാരിൽ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്താൽ പോലും അതിന്റെ പേരിൽ വലിയ വിവാദങ്ങളും വലിയ കലാപങ്ങളും അവരുണ്ടാക്കും, അതാണ് സംഭവിക്കുന്നത്. പക്ഷേ ഈ ഇഷ്ടമല്ലാത്തതിന്റെ കാരണം ഇന്ത്യക്കാർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതൊന്നുമല്ല. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ നിറത്തിന്റെയും ജാതിയുടെയും അല്ലെങ്കിൽ മതത്തിന്റെയും അല്ലെങ്കിൽ ഈ തൊഴിലിന്റെയും ഒക്കെ പേരിലുള്ള പ്രശ്നങ്ങളാണ്. ഇനി ഇന്ത്യൻസിനോട് മാത്രമല്ല ഇവർക്ക് ഈ വിവേചനമുള്ളത്, അവർ ആക്ച്വലി എല്ലാത്തരം വിദേശികളോടും അവർ ഇത്തരത്തിൽ പെരുമാറുന്നുണ്ടെങ്കിലും പൊതുവെ ഇന്ത്യക്കാരുടെ ഒരു ഡ്രസ്സിങ് സ്റ്റൈല്, അവരുടെ നിറം, ഹെയർ സ്റ്റൈല്, ഇന്ത്യൻസ് പൊതുവെ ബ്യൂട്ടി കോൺഷ്യസ് ഒന്നും അല്ല. നമ്മൾ പ്രത്യേകിച്ച് പുരുഷന്മാര് നമുക്കറിയാം, കൊറിയക്കാരൊക്കെ അമേരിക്കക്കാരെ പോലെ വെളുക്കാൻ വേണ്ടി ചെയ്യുന്ന സർജറികൾ, അവര് കിട്ടുന്ന ശമ്പളത്തിന്റെ പകുതിയും സർജറികൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് കൊറിയൻസ്, സൗത്ത് കൊറിയൻസ്. പക്ഷെ ഇന്ത്യൻസ് അങ്ങനെയൊന്നുമില്ല. ഇന്ത്യൻസ് എങ്ങനെയാണോ നമ്മൾ അങ്ങനെ ജീവിക്കുന്നവരാണ്, ഭയങ്കരമായിട്ട് മറ്റേ ബ്യൂട്ടി കോൺഷ്യസോ അങ്ങനെ 100 ക്രീം വാരി പുരട്ടി നടക്കുന്ന ആൾക്കാരൊന്നുമല്ല. ചിലപ്പോൾ കുറച്ച് പെൺകുട്ടികളൊക്കെ ചെയ്യുമായിരിക്കാം, അത് തെറ്റെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ പൊതുവെ അങ്ങനെ ഒരു രീതി ഇന്ത്യക്കാർക്കില്ല. ഇപ്പോ സായിപ്പന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവര് കുളിച്ചില്ലെങ്കിലും ഇവര് നല്ല പെർഫ്യൂംസ് അടിക്കും, ഇവര് പല്ല് തേച്ചില്ലെങ്കിലും ഒരു ചൂയിങ്കം ചവയ്ക്കും, അല്ലെന്നുണ്ടെങ്കിൽ വായിൽ അടിക്കാൻ കൊള്ളാവുന്ന സ്പ്രേ വല്ലതും ഉണ്ടെങ്കിൽ എടുത്തങ്ങ് അടിക്കും, അതല്ലെങ്കിൽ ചിലപ്പോൾ ഏറ്റവും കുറഞ്ഞത് ചിലപ്പോൾ മൗത്ത് വാഷ് ഒക്കെ ഉപയോഗിക്കുമായിരിക്കും. പക്ഷെ എന്നാലും ഈ പറയുന്ന കൂടിയ ഇനം പെർഫ്യൂംസിന്റെ മണം ഉള്ളത് കൊണ്ട് ഇന്ത്യക്കാർ അവർ ഈ കറിയുടെ സ്മെല്ല് എപ്പോഴും ഇന്ത്യക്കാർ അടുത്ത് വന്നാൽ ഉണ്ടെന്നൊക്കെയാണ് ഇവന്മാർ ഈ പറയുന്നത് എപ്പോഴും. അപ്പോൾ ഇവരിൽ അത്രയും സ്മെല്ലൊന്നും ഉണ്ടാവില്ലായിരിക്കും. പിന്നെ കൂടുതൽ പണിയെടുക്കുന്നത് ചിലപ്പോൾ ഇന്ത്യക്കാരായിരിക്കും എവിടെ പോയാലും. അപ്പൊ അതുകൊണ്ട് കുറച്ച് വേർക്കൊക്കെ ചെയ്യും. സായിപ്പന്മാരെ ചിലപ്പോൾ വേർക്കുന്ന പണി എടുക്കില്ലായിരിക്കാം, നമുക്കറിയില്ല. പക്ഷെ അമേരിക്കയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വീക്കെൻഡുകളിൽ അടിച്ച് പൂസായിട്ട് മയക്കുമരുന്നും അല്ലെങ്കിൽ മദ്യവും ഒക്കെ ഉപയോഗിച്ച് അടിച്ച് പൂസായി ഓടയിലും റോഡ് സൈഡിലും തെരുവിലും കിടക്കുന്ന യുവാക്കളെയും യുവതികളെയും വയസ്സന്മാരെയും ഒക്കെ നമുക്ക് ധാരാളം കാണാൻ കഴിയും. ധാരാളം വളരെ മോശമായിട്ട് നഗരങ്ങളെ വൃത്തികേടാക്കി വെക്കുന്ന, കുത്തിക്കുറിച്ച് വയ്ക്കുന്ന, പലതും എഴുതി വയ്ക്കുന്ന, വരച്ചിടുന്ന വളരെ മോശം ഒരു ജനറേഷനെയും നമുക്ക് അവിടെ കാണാൻ കഴിയും. എല്ലാത്തിനും രണ്ട് വശമുണ്ടെന്ന് പറയുന്ന പോലെ യുഎസിന് ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളുമുണ്ട്, മോശം ഒരു വശവുമുണ്ട് യുഎസിനും യൂറോപ്പിനും ഒക്കെ. എന്നാൽ ഇന്ത്യൻസ് ഇതിലൊന്നും പങ്കാളികളല്ല.
ഈ പറയുന്ന ഇവിടെ അവിടെ പോയി സെറ്റിൽഡായി 10 പുത്തനുണ്ടാക്കിയ ആൾക്കാരൊക്കെ പറയുന്നത് ഇന്ത്യക്കാർ വന്നിട്ട് അവിടെ എന്തോ കുഴപ്പമുണ്ടാക്കിയെന്നാണ്. എന്തായാലും ബ്രിട്ടീഷുകാരും അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻസും ഇന്ത്യയിലും ലോകത്ത് മറ്റ് രാജ്യങ്ങളിലുമൊക്കെ പോയി ഉണ്ടാക്കിയ അത്രയും കുഴപ്പമൊന്നും എന്തായാലും ഇന്ത്യക്കാർ ഒരു രാജ്യത്തും പോയി ഉണ്ടാക്കിയിട്ടില്ല, ഇനി ഉണ്ടാക്കുകയുമില്ല. നമ്മുടെ രാജ്യത്ത് വന്ന് ബ്രിട്ടീഷുകാർ ചെയ്തു പോയതൊന്നും നമ്മൾ മറന്നിട്ടില്ല. 1947 വരെ ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കി കൊള്ളയടിച്ച് ഈ രാജ്യത്തെ എന്തുമാത്രം മനുഷ്യരെ ക്രൂരമായി കൊന്നു തള്ളിയ, സ്ത്രീകളെ പോലും വളരെയധികം ക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ച ഒരു ഒരു സമൂഹം ഇന്ത്യൻസ് ഇപ്പോൾ അവരുടെ രാജ്യത്തേക്ക് വന്നപ്പോൾ എന്തു വലിയ കുഴപ്പമായിട്ട് അതിനെ കാണുന്നതിന്റെ പ്രധാന കാരണം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ, മാങ്ങയുള്ള മാവിലാണല്ലോ കല്ലെറിയുക. ഇന്ത്യ പഴയ ഇന്ത്യയല്ല. ഇന്ത്യ കൂടുതൽ ശക്തമാകുന്നുണ്ട്, ഇന്ത്യക്കാർ കൂടുതൽ ശക്തമാകുന്നുണ്ട്. ആഗോളതലത്തിൽ നമ്മൾ GDP-യുടെ കാര്യത്തിൽ ബ്രിട്ടനെ മറികടന്നു, ഫ്രാൻസിനെ മറികടന്നു. അപ്പൊ ഇനി നമ്മുടെ മുമ്പിൽ ആകെ ഒരു യൂറോപ്യൻ രാജ്യം ഉണ്ടെങ്കിൽ അത് ജർമ്മനിയാണ്. അപ്പൊ ജർമ്മനിയെ നമ്മൾ മറികടന്നാൽ മുഴുവൻ യൂറോപ്യൻ രാജ്യങ്ങളെയും ടോട്ടൽ GDP-യിൽ ഇന്ത്യ മറികടക്കുകയാണ്. അപ്പൊ ഇത് പൊതുവേ യൂറോപ്യൻസിന് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം അവരുടെ പഴയ ഒരു കോളനി ആയിരുന്ന രാജ്യം ടോട്ടൽ GDP-യിലൊക്കെ അവരെ മറികടക്കുന്നു, മിലിറ്ററി സ്ട്രെങ്ത്തിൽ മറികടക്കുന്നു. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ അടുത്തിടെ സ്പേസിൽ നമ്മൾ കൈവരിച്ച നേട്ടങ്ങൾ, ചൊവ്വാ ദൗത്യം, ചാന്ദ്ര ദൗത്യം, ഇതൊക്കെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കഴിയാത്ത കാര്യങ്ങളാണ് പല രാജ്യങ്ങൾക്കും. അപ്പൊ അതിനാൽ തന്നെ അവർക്ക് ഇന്ത്യയോട് അങ്ങനെ ഒരു അമർഷവുമുണ്ട്, ആ ഒരു അസംതൃപ്തി ഇന്ത്യയോടുണ്ട്. ഇന്ത്യ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇവൻ ഇതൊക്കെ എങ്ങനെ നേടി, അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നമ്മുടെ ആ ഒരു ചരിത്രം എടുക്കുമ്പോൾ ഒരു കാലത്ത് 200 വർഷത്തോളം അവരുടെ കോളനി ആയിരുന്ന ഒരു രാജ്യം ഇങ്ങനെയൊക്കെ നേടുന്നു എന്ന് പറയുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. അതും ഇന്ത്യൻസിനോട് ഇവർക്ക് വെറുപ്പ് തോന്നുന്നതിന് കാരണമാണ്. പിന്നെ സുന്ദർ പിച്ചയൊക്കെ പോലെയുള്ള ഒരുപാട് പേര് പല വലിയ കമ്പനികളുടെയും തലപ്പത്തിരിക്കുകയാണ്. അതും ഇന്ത്യൻസിനോട് ഇവർക്കൊരു അമർഷവും വെറുപ്പും ഉണ്ടാവുന്നതിന് ഒരു കാരണമായിട്ട് മാറുന്നുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.